ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ കൊച്ചി എയർപോർട്ടിൽ വരുന്നത്. അതുകൊണ്ട് കുറേ മാറ്റങ്ങൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൊച്ചി എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാലത്തിന് ശേഷം കാണുന്നുണ്ട് കേട്ടോ. കാരണം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ കയറിയതിന് ശേഷം ഇങ്ങനെ വണ്ടിയിൽ നിന്ന് 4 പേർ ഇങ്ങനെ നോക്കിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പരന്ന് കിടക്കുന്ന. നൈറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ അച്ഛൻ, ഏട്ടൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഏട്ടൻ്റെ ചേച്ചിയുടെ മോള്, ഞങ്ങളെല്ലാവരും കൂടെ എന്നെ കൊണ്ടാക്കാൻ വന്ന്. അപ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ചേട്ടൻ്റെ അടുത്തോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഇത് എമിഗ്രേഷന് നിൽക്കുകയാണ്. എമിഗ്രേഷൻ്റെ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നിന്നിട്ട് പിന്നെ എമിഗ്രേഷനൊക്കെ വേഗം കഴിഞ്ഞു. ആ സമയത്തൊരു ടെൻഷൻ ഉണ്ടായി. അതിന്ന് കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ സമാധാനം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിലൊക്കെ പോയി കുറച്ച് ഷോയൊക്കെ കാണിച്ച്. ടെൻഷൻ കൊണ്ടായിരുന്നു കേട്ടോ ഒന്നാമത്. കാരണം എനിക്ക് എന്താ അറിയില്ല, ടെൻഷൻ കാരണം ഇടയ്ക്കൊക്കെ ടോയ്ലറ്റിൽ പോകാൻ വിട്ട്. എന്നിട്ട് ഇത് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് പോവുകയാണ്. ഇത് ഒരു മണ്ടത്തരം കാണിച്ച് ഞാൻ ഏതോ സ്ഥലത്തല്ല, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്ത് പോയിരുന്നു ആദ്യം. പിന്നെയാണ് ഗേറ്റ് നമ്പർ ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ ചേച്ചിക്ക് തന്നെ മെസ്സേജ് അയക്കുന്ന സമയത്താണ് അവൾ ഗേറ്റ് നമ്പർ നോക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഇതുവഴി പോയിട്ട് വേറെ സ്ഥലത്ത് പോയിരുന്നു. 5A ആയിരുന്നു എൻ്റെ ഗേറ്റ് നമ്പർ. അപ്പോൾ ഞാൻ 5A അവിടെ എവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നുണ്ടല്ലോ വിചാരിച്ച് ഇവിടെ ഇരുന്ന്. പിന്നെ എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഷാർജയിലോട്ടാണ്. അപ്പോൾ ആ ചേച്ചി അപ്പുറത്ത് പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ടിട്ട് ശരി ഗേറ്റിൻ്റെ ആ എൻട്രിൻ്റെ അവിടെ തന്നെ പോയിരിക്കുകയെന്ന് വെച്ച് ഇവിടെ വന്നിരുന്നു. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഞങ്ങളുടെ മീൻസ് എൻട്രി വരുന്നത്. ഇരുന്ന് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആ നൈറ്റ് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നാലും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. 5A ഗേറ്റ് നമ്പറായിരുന്നു. പിന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയി. ഞാൻ പോണ വരെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റായിരുന്നു. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഓക്കെ, അതായത് ഷർട്ട്, പാൻറ്റ് ഒക്കെ സുടിയാണ് കേട്ടോ. ഷർട്ടും പാൻറ്റും. ആ ടീഷർട്ട് ഏട്ടൻ്റെയാണ്. അത് നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോൾ ഈസി ആണല്ലോ. അപ്പോൾ തണുപ്പ് കൂടുതലടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി കൈ പിടിച്ചതാണ്. ഈ ഒരു ഫാമിലിയുടെ പിന്നാലെ കേട്ടോ ഞാൻ പോയത്, അതായത് കയറിയത്. അപ്പോൾ ഈ കയറുന്ന സമയത്ത് ഈ ഫാമിലിയുടെ കൂടെ തന്നെയാണ് ഞാനെന്ന് വിചാരിച്ചിട്ട് ചില സ്ഥലത്തൊന്നും അവരെൻ്റെ ചെക്ക് ചെയ്യണില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു ഞാൻ വേറെയാണ്. ഷാർജയിലോട്ടായിരുന്നു കേട്ടോ. ഷാർജ എയർപോർട്ടിലായിട്ടായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് കയറി ഇങ്ങനെ നടക്കാണ്. ഇതൊന്നല്ല, ഇങ്ങനെ അങ്ങോട്ട് പോവുക, താഴത്തോട്ട് പോവുക, അങ്ങോട്ട് പോവുക. എനിക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും കേട്ടോ കുറേ ദൂരമുള്ള പോലൊക്കെ തോന്നി. ഈ ഒരു സ്ഥലം ഞാൻ വിചാരിച്ചു ഇവിടെ കുറേ ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടുണ്ടാവും, ഒരു വീഡിയോ ഒക്കെ എടുക്കാം, ഒരു ഫോട്ടോ ഒക്കെ ഇടാം, ഒരു സ്റ്റോറിക്കുള്ളൊരു അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു ഫ്ലൈറ്റിന് ഇവിടെ അല്ലേ, എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവിടെ ഒന്നും ഇങ്ങനെ വിചാരിച്ചു. നമ്മളിങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ താഴെ ഇങ്ങനെ നിറയെ ഫ്ലൈറ്റൊക്കെ. ഒത്തില്ല. ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോഴൊരു ചെക്കിങ് ഉണ്ട്. അറ്റത്ത് ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നവർ, അവരും എന്നെ ചെക്ക് ചെയ്തില്ല. അവരെൻ്റെ മുഖത്തേക്ക് പോലും നോക്കില്ല ഞാൻ അവരുടെ കൂടെയാണെന്ന് വിചാരിച്ചിട്ട്. കാരണം അതിൽ ആ ഫാമിലിയിൽ ആ അച്ഛനാണ് അവരുടെ എല്ലാം ഒരുമിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെയെന്ന് വിചാരിച്ചു. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അറ്റത്ത് ഫ്ലൈറ്റാണ്. കാരണം നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ അറ്റത്ത് ഫ്ലൈറ്റ്. ഇവിടെ എത്തിയപ്പോൾ 2 ഫ്ലൈറ്റ്. ഓ മൈ ഗാഡ്, എനിക്ക് വയ്യ. നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഓരോ മൊമെൻറ്റും നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഫീലാവും. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു, ഞാൻ പൊതുവെ അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ. നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കുന്ന ആളാണ്. എല്ലാ നല്ല മൊമെൻറ്റ്സൊക്കെ നമുക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ. അതുമാത്രമല്ല, ഞാൻ ക്യാപ്ചർ ചെയ്യുക മാത്രമല്ല കേട്ടോ ഞാൻ ചെയ്തത്. കാരണം എല്ലാ മൊമെൻറ്റും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് എല്ലാം അങ്ങനെ ഒബ്സേർവ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഓരോ മൊമെൻറ്റ് എന്താണ്, എവിടെയാണ്, ആരാണ്, എല്ലാം. അപ്പോൾ ഇവിടെ എത്തി, എക്സിറ്റ് എത്തി. ഇവിടെ മറ്റേ എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ചേട്ടനായിരുന്നു കേട്ടോ. എങ്ങനെ നോക്കിയാൽ വലതുകാല് വെച്ച് അങ്ങ് കയറി ഞാൻ. എൻ്റെ അമ്മ നന്നായി വരണേ ഈ ചേട്ടൻ, നല്ല ഭംഗിയുണ്ടായി. ഞാൻ ഹായ് ഹലോ എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് വിട്ടുപോയി. ആ കയറുന്ന ആ ഒരു ഇതിൽ വിട്ടുപോയി. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്, എയർ അറേബ്യ.
ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതാട്ടോ ഞങ്ങൾ എന്നൊരു പറയുന്നത് ആണ്. ഫ്ലൈറ്റ് 22E ആയിരുന്നു, എൻ്റെ സെൻട്രലിലുള്ള സീറ്റായിരുന്നു. ആ കാണിച്ച വിൻഡോ സീറ്റിന് ഒരു കഥ പറയാനുണ്ട്. എനിക്ക് വിൻഡോ സീറ്റ് എല്ലാമെന്ന് എനിക്കറിയാം, കാരണം ലാസ്റ്റ് എടുത്ത ടിക്കറ്റാണ്. ലാസ്റ്റ് 3 സീറ്റ് ഉണ്ടായിരുന്നു ബാക്കി, അതിലൊരു സീറ്റാണ് ഞാൻ എടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിൻഡോ സീറ്റ് കിട്ടില്ലല്ലോ, എല്ലാം പെട്ടെന്നായതുകൊണ്ട്. അപ്പോൾ ഞാൻ കയറിയ സമയത്ത് ആരുമില്ല. പിന്നെ അവിടെ ഒരു അമ്മാമ്മ വന്നിരുന്നു, അമ്മാവൻ. ഇത് ഫ്ലൈറ്റ് കയറിയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ, വലിയ ക്ലിയർ ഒന്നുമില്ല. പക്ഷേ ആ ഫ്ലൈറ്റ് കയറുന്നത് എനിക്ക് ഇങ്ങനെ എടുത്തു വെച്ചതാണ്. എനിക്ക് ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാണുന്നതാണ് ആ അമ്മാവൻ ഗൈസ്. അയാൾക്ക് ഇനി ജന്മത്തിൽ ഫ്ലൈറ്റിൽ വിൻഡോ സീറ്റില്ല, അങ്ങനെ ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. കാരണം ആൾ എൻജോയ് ചെയ്യണില്ല, വിൻഡോ സീറ്റ് കിട്ടിയിട്ട് ആൾ എൻജോയ് ചെയ്യണില്ല. എനിക്കാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് സങ്കടം. ഇത് രാവിലെ ഒരു 3:30 ഉള്ള വീഡിയോ ആണ്. അവിടുത്തെ 3:30 സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ 1-2 സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതൊക്കെ കുറച്ച് ഇരുന്ന് കണ്ട് ഉറങ്ങാൻ ശ്രമിച്ചു, പക്ഷേ ഉറക്കം വന്നില്ല. ആ അടുത്തിരിക്കുന്ന ആളുണ്ടല്ലോ അമ്മാവൻ, ആ അമ്മാവന് വിചാരിച്ചിട്ടുണ്ടാവും ഈ പെണ്ണിൻ്റെ ഭ്രാന്താണെന്ന്. കാരണം ഇയാളീ ഉറങ്ങി വീഴുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പെട്ടലി പോലെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നുണ്ടാവും. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു വ്യൂ. കാരണം സൺറൈസാണ് ഞാൻ ഇതിൽ കൊടുക്കാം. സൺറൈസ് ആവുന്ന സമയത്ത് എല്ലാ വിൻഡോയിലൂടെ ആ സൺലൈറ്റ് ഇങ്ങനെ വരുന്ന നല്ല ഭംഗിയായി, യെല്ലോ കളർ ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സൺറൈസ് നേരെ കാണാൻ പറ്റി. ഒരുവിധം എല്ലാവരും ഉറക്കമാണ്, കാരണം രാവിലത്തെ ഫ്ലൈറ്റാണല്ലോ. അയ്യോ, എനിക്കിത് കണ്ടപ്പോൾ ഒരു കുളിർമ, എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഈ വ്യൂ ഒന്നുമല്ല, അവിടെ എത്തിയല്ലോ ഏട്ടൻ്റെ നാട്ടിൽ, ഏട്ടൻ ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഞാൻ എത്തിയല്ലോ. എത്ര വെയിറ്റ് ചെയ്ത് എത്ര കഷ്ടപ്പെട്ട് വിഷമിച്ച് ആ ഒരു മൊമെൻ്റ് എത്തി. ആ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് പ്രാന്താണെന്ന്. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ചിരിക്കുകയായിരുന്നു. ഈ റെഡ് ബാഗ് ഇട്ട ചേച്ചി ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, എൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ടോ, ഇതാണ് എയർപോർട്ട്. ചെറിയൊരു നോർമലൊരു എയർപോർട്ട്, ഭയങ്കര വലുതൊന്നുമല്ല, നോർമൽ എയർപോർട്ട്. ഈ ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഷാർജയിലോട്ടാണ്. ഷാർജ ടു വേറെ ഏതോ സ്ഥലമായിരുന്നു. 2-3 തവണയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ആ കമ്പനി എന്തെങ്കിലും നമുക്ക് ചോദിക്കാമല്ലോ, കൊല്ലം കാര്യം എങ്ങാണ്ടാണ്. അതിന് ശേഷം ആ ചേച്ചിക്ക് ഒന്നും അറിയില്ല ഗൈസ്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യുകയാണ്. ഓക്കെ ശരി ബൈ, ഞാൻ നൈസായിട്ട് ഒഴിവാക്കി. എനിക്ക് വലിയൊരു തലവേദന. നമ്മൾ ആദ്യമായിട്ട് വരിക. അപ്പോൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇത് നമ്മളെ ലഗേജ് എടുക്കാൻ പോവുക. ഒരു നോർമൽ ഒരു കുഞ്ഞു എയർപോർട്ട്, നമ്മുടെ കൊച്ചി എയർപോർട്ടിൻ്റെ അത്ര പോലും ഇല്ല. ലഗേജ് പെട്ടെന്ന് കിട്ടി, ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ കിട്ടി. അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡുമാണ് എന്നെ കൊണ്ടുവരാൻ വന്നത്. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് എടുത്ത വീഡിയോ. ഇത് ഒരു കൺഫ്യൂഷനായിരുന്നു. എക്സിറ്റ് കാർ പാർക്കിംഗ് എന്നൊക്കെ എഴുതി, പക്ഷെ അധികം ആൾക്കാരൊന്നും അതുവഴി വരുന്നില്ല. ആ വൈറ്റ് ടീഷർട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ശ്രേയസ്. അപ്പോൾ അങ്ങനെ അധികം ആരും വരുന്നത് കാണാനില്ല. അപ്പോൾ ഒരു ടെൻഷൻ തന്നെയാണ്. ആ വഴി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി വന്നത്. അവർ കാർ പാർക്കിംഗ് കണ്ടപ്പോൾ ഇവരെന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, എങ്ങനെയെങ്കിലും എന്നെ എന്തായാലും എടുത്തിട്ട് പോകുമല്ലോ, ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഇവരെ ഞാൻ കണ്ടിട്ടില്ല, അവരെന്നെ കണ്ടാണ് വരുന്നത്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണില്ല. പിന്നെ ഞാൻ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്നതുകൊണ്ട് അവിടെ ആരും കാണുകയും ചെയ്തില്ല, ആരും നോക്കുകയും ചെയ്തില്ല. ഞാൻ ഇങ്ങനെ നടക്കത് കണ്ടിട്ടില്ല, ബാഗിൽ ആൾ വരുന്നത് ഞാൻ കണ്ടില്ല. ഇങ്ങനെ പോകുക, നിലവത്ത് അഴിച്ചു വിട്ട കോഴിയപ്പല്ലേ എങ്ങനെ തിരപ്പറ ഏതെങ്കിലും മുക്കിൽ പോയി നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ബാക്കിലെ ടെക് എങ്ങോട്ടാണ് പെട്ടെന്ന് ഞെട്ടിയിട്ടോ. കാരണം ഒന്നാമത് ഈ ടെൻഷൻ അടിച്ച് വരുന്നു. ബാക്കിൽ വന്നിങ്ങനെ വിളിച്ച് ഞാൻ ഞെട്ടുകയും ചെയ്ത്, ഏട്ടനെ കാണുകയും ചെയ്ത്, കരയുകയും ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. കാരണം 5 മാസം കല്യാണം കഴിഞ്ഞ് 1 മാസമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. അതിനുശേഷം 5 മാസം ലോങ് ഡിസ്റ്റൻസ്. കുറേ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്ട്രഗിൾ ചെയ്ത് നല്ല ബുദ്ധിമുട്ടിയാണ് വന്നത്. അതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടത്.
അതിന് ശേഷമാണ് ഞാൻ ഏട്ടൻ്റെ ചേച്ചിനെ പോകുന്ന അവസ്ഥയെന്നൊക്കെ. ബാക്കി സംഭവിച്ചത് നിങ്ങൾ കണ്ടോളൂ ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഹായ് ഗൈസ്, തുഫായല്ല ഞാൻ ഇങ്ങനെ വെറുതെ എടുത്തേക്കാം. ഇതാണ് ആര് ഹുസൈൻ ഭായ്, ഇതാണ് എൻ്റെ അളിയൻ. സോറി അല്ല ഗൈസ്, എനിക്കൊരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. ചേച്ചീനെ അവരെ കൊണ്ടുവന്നില്ല ഗൈസ്. ചേച്ചിക്ക് ഒരു ഉണ്ണിയുള്ളതുകൊണ്ട്. നല്ല റോഡില്ലേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം.